students, welcome to Sapphire Future Academy Bond Booster series. Last class we maths discuss integrals in the chapter. Integrals in the basic equations different types of integration. Substitution method and integrals calculate. അതിനുശേഷം നമ്മൾ ഒരു 1 by ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം അല്ലെങ്കിൽ 1 by ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് ആണ് വരുന്നതെങ്കിൽ അതിനെങ്ങനെയാണ് ചെയ്യുന്നത് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ സ്പെഷ്യൽ ഇന്റഗ്രൽസിന്റെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് പഠിച്ചു. ഇനി നമ്മൾ അതിനകത്ത് ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ഇതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്ന രണ്ട് ടോപ്പിക്കും കൂടിയാണ് നമുക്ക് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്നത്. അതിൽ ആദ്യം വരാൻ പോകുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അനുസരിച്ച് എങ്ങനെയാണ് നമുക്ക് ഇന്റഗ്രേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്റഗ്രേഷൻ ഒക്കെ പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സ്പെസിഫിക് മെത്തേഡ് ഒന്നും അവിടെ സ്പെസിഫൈ ചെയ്യില്ല, അതിനെപ്പറ്റി ഒരു ക്ലൂ പോലും കാണില്ല. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഏത് മെത്തേഡ് അനുസരിച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണം. അപ്പൊ നമ്മൾ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എപ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ ആർക്കാണോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് കൂടെ അവിടെ ഉള്ളപ്പോഴാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞു 1 by ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ 1 by ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റിയിട്ട് നമ്മുടെ സ്പെഷ്യൽ ഇന്റഗ്രൽസ് പഠിച്ചല്ലോ 1 by x square minus a square, 1 by x square plus a square, 1 by a square minus x square, അതിനെല്ലാം റൂട്ട് വരിക. അങ്ങനെ ഒരു 6 സ്പെഷ്യൽ ഇന്റഗ്രൽസ് നമ്മൾ പഠിച്ചു. ആ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യണം. അപ്പൊ അടുത്ത നമ്മൾ വരാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഇന്റഗ്രേഷൻ. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഇന്റഗ്രേഷനിലെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എപ്പോഴും പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. എന്താണ് ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്? ന്യൂമറേറ്ററിന്റെ ഡിഗ്രി, അതായത് ന്യൂമറേറ്ററിൽ കിടക്കുന്ന പോളിനോമിയലിന്റെ ഡിഗ്രി ഡിനോമിനേറ്ററിലെ പോളിനോമിയലിന്റെ ഡിഗ്രിയേക്കാൾ എപ്പോഴും ചെറുതായിരിക്കണം. അപ്പോൾ മാത്രമാണ് ആ ഫ്രാക്ഷൻ എന്തായിട്ട് വരുന്നുള്ളൂ, ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആവുള്ളൂ. ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി സെയിം ആകുകയോ അല്ലെങ്കിൽ ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ഡിനോമിനേറ്ററിനേക്കാൾ ഹയർ വാല്യൂ ആണ് വരുന്നത് എങ്കിൽ അതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇംപ്രോപ്പർ ഫ്രാക്ഷനകത്ത് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് അതിനെ ഡിവിഷൻ റൂൾ നമ്മൾ ചെയ്യണം. ഡിവിഡന്റ് ബൈ ഡിവൈസർ ഇസ് ഈക്വൽ ടു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ. അതാണല്ലോ നമ്മുടെ ഡിവിഷൻ റൂള്. ആ ഡിവിഷൻ റൂൾ അനുസരിച്ച് നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ എന്തായിട്ട് മാറ്റിയെടുക്കും, പ്രോപ്പർ ഫ്രാക്ഷനായിട്ട് മാറ്റിയതിന് ശേഷം മാത്രമാണ് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് അതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ എന്ന് നോക്കണം. എന്നിട്ട് വേണം ഈ പറഞ്ഞിരിക്കുന്ന റൂൾസുകൾ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ റൂൾ പറയുന്നത്, അതായത് ഒന്നാമത്തെയും മൂന്നാമത്തെയും റൂൾ സെയിം തന്നെയാണ്. ഒന്നാമത്തെ റൂൾ നമുക്ക് അറിയാം, ന്യൂമറേറ്ററിന്റെ ഡിഗ്രി 1 ആണ്. ഡിനോമിനേറ്റർ ഇവിടെ x മൈനസ് a ഇൻറ്റു x മൈനസ് b വന്നപ്പോൾ x സ്ക്വയർ വരും. അപ്പൊ ന്യൂമറേറ്ററിന്റെ ഡിഗ്രി 1 ഉം ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി 2 ആയതുകൊണ്ട് അതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതുപോലെ തന്നെയാണ് വരുന്നത് തേർഡ് റൂൾ വരിക. ന്യൂമറേറ്ററിന്റെ ഡിഗ്രി 2 വരുന്നു, ഡിനോമിനേറ്റർ 3x വരുന്നുണ്ട്, അപ്പൊ x ക്യൂബ് വരും. അപ്പൊ അതും പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ 1 ഉം 3 ഉം കൂടെ കമ്പൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ റിപ്പീറ്റ് ചെയ്യാത്ത ലീനിയർ ഫാക്ടേഴ്സ് ആണ് വന്നതെങ്കിൽ അതിനെങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പറ്റും? നമുക്ക് a ബൈ ഒരു ഫാക്ടർ എഴുതുക, പ്ലസ് b ബൈ അടുത്ത ഫാക്ടർ എഴുതുക, പ്ലസ് c ബൈ തേർഡ് ഫാക്ടർ എഴുതുക. അത് എത്ര ഫാക്ടർ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ റൂളിനകത്തും മൂന്നാമത്തെ റൂളും പറയുന്നത് കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ദാറ്റ് മീൻസ് ഡിനോമിനേറ്ററിൽ റിപ്പീറ്റ് ചെയ്യാത്ത ലീനിയർ ഫാക്ടേഴ്സ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനെങ്ങനെയായിരിക്കും പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കാൻ? നമ്മൾ a ബൈ ഒരു ഫാക്ടർ, എന്താണോ ഫാക്ടർ വാട്ട് എവർ ഇറ്റ് ഈസ്. അതായത് ഇപ്പൊ നമുക്ക് x സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ x പ്ലസ് 2 ഇൻറ്റു x പ്ലസ് 3 ഇൻറ്റു x പ്ലസ് 4 എന്ന് പറഞ്ഞാൽ അതിന് a ബൈ x പ്ലസ് 2 പ്ലസ് b ബൈ x പ്ലസ് 3 പ്ലസ് c ബൈ x പ്ലസ് 4 എന്നിട്ട് a b സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷന്റെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഡിനോമിനേറ്ററിനകത്ത് റിപ്പീറ്റ് ചെയ്യാത്ത ലീനിയർ ഫാക്ടേഴ്സ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെ ചെയ്യണമെന്നാണ് പഠിച്ചിരിക്കുന്നത്. a ബൈ ഒരു ഫാക്ടർ, b ബൈ സെക്കൻഡ് ഫാക്ടർ, c ബൈ തേർഡ് ഫാക്ടർ. അതാണ് ഒന്നാമത്തെ മൂന്നാമത്തെ മെത്തേഡ്. ഇനി അടുത്ത രണ്ടെണ്ണം ഒരേപോലെ വരുന്നത് സെക്കൻഡും 4ഉം ഒരുപോലെ വരിക.
അതായത് ഡിനോമിനേറ്ററിനകത്ത് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ലീനിയർ ഫാക്ടർ റിപ്പീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പൊ ഇവിടെ ഒരു ലീനിയർ ഫാക്ടർ ഉള്ളൂ x മൈനസ് എ, അതിന് സ്ക്വയർ ഉണ്ട്. നാലാമത്തെ റൂൾ നോക്കിയാൽ നമുക്കറിയാം അവിടെ x മൈനസ് എക്ക് സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു x മൈനസ് ബി ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനെയാ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നത് നോക്കൂ. x മൈനസ് എ ദ ഹോൾ സ്ക്വയർ വന്നാൽ അതിനെങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം? a ബൈ x മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. അതുപോലെ തന്നെ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ബി. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ സ്ക്വയർ പ്ലസ് സി ബൈ എക്സ് മൈനസ് ബി. ഇപ്പൊ രണ്ട് റൂൾ നമ്മൾ പറഞ്ഞു. ഡിനോമിനേറ്ററിനകത്ത് ലീനിയർ ഫാക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എ ബൈ ഒരു ഫാക്ടർ, ബി ബൈ അങ്ങനെ കൊടുക്കാം. റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ നമുക്ക് ഇത് px plus q divided by x plus a the whole cube ആ വരുന്നത് വിചാരിക്കാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിരിക്കും നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ വരിക? a by x plus a plus b by x plus a square plus c by x plus a the whole cube. റിപ്പീറ്റ് ചെയ്തത് ഫസ്റ്റ് ലീനിയർ ടേം തൊട്ട് റിപ്പീറ്റ് ചെയ്ത് അത്രയും വരെ വരണം. അപ്പൊ രണ്ട് മെത്തേഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് മെത്തേഡ് പറഞ്ഞിരിക്കുന്നത് പാർഷ്യൽ ഫ്രാക്ഷനകത്ത് നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വന്നാൽ അത് റിസോൾവബിൾ ആണോ എന്ന് നോക്കണം. എന്താ റിസോൾവബിൾ ആണോ എന്ന് ചോദിച്ചാല് അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നതാണോ? ഇതിനെ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഈ മേളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ലീനിയർ പോളിനോമിയലിന്റെ കൂടെ ഇവിടെ വന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വന്നു വിചാരിക്കുക. അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് ഇമാജിനറി റൂട്ടിലേക്ക് പോകും. കാരണം ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആകും. അപ്പൊ ഈ ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വന്നാൽ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യുന്നു ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ റിസോൾവബിൾ ആണോ. ദാറ്റ് മീൻസ് ഫാക്ടറൈസ് ചെയ്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത കേസിൽ മാത്രം അപ്ലൈ ചെയ്യേണ്ട റൂൾ ആണ്. ആദ്യം നമുക്കൊരു ലീനിയർ ഫാക്ടർ ഉണ്ടായിരുന്നു എക്സ് മൈനസ് എ. അപ്പൊ എന്ത് പറഞ്ഞു? എ ബൈ എക്സ് മൈനസ് എ. ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ന്യൂമറേറ്റർ വെറും ഒരു ബി എന്ന് കൊടുത്താൽ പോരാ. പിന്നെ എങ്ങനെ കൊടുക്കണം? നമ്മള് ബി എക്സ് പ്ലസ് സി എന്ന് കൊടുത്തു. ഇനി ഈ ടൈം ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലോ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ന്യൂമറേറ്റർ എന്ത് കൊടുക്കാം? നമുക്ക് എ എക്സ് പ്ലസ് ബി എന്ന് കൊടുക്കാം. ഇത്രയും റൂൾസുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിനകത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ആദ്യം നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ പോവാം. ന്യൂമറേറ്റർ dx അതായത് 1 ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വരിക? പറയൂ. എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 2 എന്ന് കൊടുക്കാം. a by x plus 1 plus b by x plus 2. ഇവിടെ വരെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ പറയുന്നുള്ളൂ. ഇനി നമ്മൾ എയും ബിയും കണ്ടുപിടിക്കണം. അത് നമ്മുടെ കാൽക്കുലേഷനിൽ ചെയ്യണം. എങ്ങനെയാ കാൽക്കുലേഷൻ ചെയ്യുന്നത്? ഈ ഡിനോമിനേറ്റർ നേരെ അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. Then we get 1 is equal to a into x plus 2 plus b into x plus 1. ഈ പറയുന്ന ഡിനോമിനേറ്റർ നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ a into x plus 2 വന്നു പ്ലസ് b into x plus 1. ഇനി എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എക്സിന് വാല്യൂ കൊടുക്കുക. ഡിപ്പെൻഡ്സ് ഓൺ ദീസ് ഫാക്ടേഴ്സ്. ഇപ്പൊ ഇവിടെ എക്സ് പ്ലസ് 1 ഉണ്ട്. എക്സിന് പകരം നമ്മൾ -1 കൊടുത്താൽ ഈ ഫാക്ടർ കട്ടായി പോവില്ലേ? എ മാത്രം കിട്ടും. എക്സ് പ്ലസ് 2 ഇവിടെ ഉണ്ട്. അപ്പൊ എക്സിന് പകരം -2 ഇട്ട് കൊടുത്താൽ ഇത് ക്യാൻസൽ ആയി പോയിട്ട് ബി കിട്ടും. അപ്പൊ എക്സ് -1 ആണ് അവിടെ ഉള്ളതെങ്കിൽ +1 കൊടുക്കുക. എക്സ് -2 ആണ് ഉള്ളതെങ്കിൽ +2 കൊടുക്കുക. അപ്പൊ അത് ഫാക്ടറിനെ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂയോടെ കൊടുക്കാം. അപ്പൊ ഇവിടെ എക്സ് +1 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു -1. ലെഫ്റ്റ് സൈഡ് 1 തന്നെയാണ്. 1 ഇസ് ഈക്വൽ ടു -1 + 2 1 വരും. 1a -1 + 1 അങ്ങ് പോയി. സോ വി ഗെറ്റ് a is equal to 1. അടുത്തായിട്ട് ഏതാ വാല്യൂ കൊടുക്കുക? എക്സിന് നമ്മൾ -2 കൊടുക്കുക. അപ്പൊ 1 is equal to -2 + 2. ഇത് ക്യാൻസൽ ആയി. -2 + 1 that is -1 that is -b or b is equal to എത്രയാണ്? -1 എന്ന് കിട്ടി. ഈ കിട്ടിയ എയുടെയും ബിയുടെയും വാല്യൂ എവിടെ കൊടുക്കുക? നമ്മൾ ഈ പാർഷ്യൽ ഫ്രാക്ഷനിലോട്ട് കൊടുക്കുക. അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷനിലോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പറയാം എന്താണ്? 1 ബൈ എക്സ് പ്ലസ് 1 into x plus 2 equal to a എത്ര 1 അല്ലേ? 1 by x plus 1
മൈനസ് 1/x+2 എന്ന് കൊടുക്കാം. ബിയുടെ വാല്യൂ മൈനസ് ആയതുകൊണ്ട് ഇതായിരുന്നു നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, നമ്മള് ഇതില് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ കൊടുക്കാം. 1/x ന്റെ ഇന്റഗ്രൽ എന്താ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണല്ലോ. 1/x ന്റെ ഇന്റഗ്രൽ ആരാണ്? log x ആണ്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം ആൻസർ? log മോഡുലസ് x+1 മൈനസ് log മോഡുലസ് x+2 പ്ലസ് c എന്ന് കൊടുത്താൽ ഇതിന്റെ ആൻസർ ആയി. ഇങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസുകൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ അറിയാം. ന്യൂമറേറ്റർ x²+1 ഡിനോമിനേറ്റർ x² മൈനസ് 5x+6. ഡിനോമിനേറ്റർ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. വേണമെങ്കിൽ നമുക്ക് അതിനെ ഫാക്ടറൈസ് ചെയ്യാം. നോൺ റിസോൾവബിൾ അല്ല, കാരണം സം എടുക്കുമ്പോൾ -5ഉം പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 6ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സുകൾ നോക്കിയാൽ മതി. അതായത് ഡിനോമിനേറ്റർ കിടക്കുന്നത് എന്താണ്? x² മൈനസ് 5x+6. സം എടുക്കുമ്പോ എത്ര കിട്ടണം? -5 കിട്ടണം. പ്രോഡക്റ്റ് എടുക്കുമ്പോ എത്ര കിട്ടുക? 6 കിട്ടുക. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? x-3 ഇൻറ്റു x-2 കൊടുക്കാമല്ലോ. സം എടുക്കുമ്പോൾ -5, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ +6. അപ്പൊ ഡിനോമിനേറ്റർ എങ്ങനെ വരും? നമുക്ക് രണ്ട് ലീനിയർ ഫാക്ടർ കിട്ടും, റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പൊ a/b/ എന്ന് പറഞ്ഞ് കൊടുക്കാം. പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ഡിഗ്രി അല്ലേ എന്ന് നോക്കൂ. ന്യൂമറേറ്ററും x² ആണ്, ഡിനോമിനേറ്ററും x². അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിടക്കുന്നത് രണ്ടും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എന്താവുന്നില്ല, ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ അല്ല, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് വന്നതെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് പഠിച്ചിരുന്നു നമ്മള്? അതിനെ ഡിവിഷൻ റൂൾ അനുസരിച്ച് ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ എന്തായിട്ട് മാറ്റിയെടുക്കണം? പ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് മാറ്റിയെടുക്കണം. അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഡിവിഷൻ റൂൾ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് x² + 1 0x+1 എന്ന് കൊടുക്കാം. പോളിനോമിയൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോം ആക്കി എഴുതിയെന്നുള്ളൂ. അപ്പൊ ഡിനോമിനേറ്റർ എത്രയാണ്? x² മൈനസ് 5x+6. എങ്ങനെയാണ് രണ്ട് പോളിനോമിയൽസ് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? x² ഡിവൈഡഡ് ബൈ x². അപ്പൊ എത്ര കിട്ടിയ ആൻസർ? 1 വരും. ഇനി ആ 1 കൊണ്ട് നമ്മൾ ഇവരെ മൾട്ടിപ്ലൈ. അപ്പൊ എത്രയാണ്? x² മൈനസ് 5x+6 എന്ന് വരും. എന്നിട്ട് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യും. മൈനസ് ചെയ്യുമ്പോൾ x² കട്ടാവും. 0x മൈനസ് -5 ആയി. അപ്പോ ഇത് എത്ര കിട്ടും നമുക്ക്? 5x ആയി. 1 മൈനസ് 6 വരും. അപ്പോൾ ഇത് -5 വരും. ഇനി ഈ 5x-നെ വീണ്ടും നമുക്ക് x² കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഡിവിഷൻ ഇവിടെ തീരും. മനസ്സിലായോ പറഞ്ഞു? ഈ ഫസ്റ്റ് ടൈമിനെ മാത്രം നമ്മൾ x² ഡിവൈഡ് ചെയ്തു, ആൻസർ 1 വന്നു. ആ 1 ഈ പോളിനോമിയലിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്തു. അപ്പൊ ഇത് റിമൈൻഡർ ആയിട്ട് കിട്ടി. അപ്പൊ ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. എന്തായിരുന്നു നമ്മുടെ ഡിവിഷൻ റൂൾ പറയുന്നത്? എന്താണ്? ഡിവിഡന്റ് ബൈ ഡിവൈസർ ഈക്വൽ ടു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ. ഇതാണ് നമ്മുടെ റൂൾ. ഇനിയിപ്പോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതിന് പകരം നമ്മൾ ഇവരെ രണ്ടുപേരെയും ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. 1ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് x ആണെന്ന് നമുക്കറിയാം. അത് x കൊടുത്തു. ബാക്കി ഈ രണ്ടാമത്തെ ഇന്റഗ്രലിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? ഒരു i എന്ന് ഡിനോട്ട് ചെയ്തിട്ട് ആ ഇന്റഗ്രൽ മാത്രം ഇങ്ങെടുത്ത് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ i മാത്രം എടുത്താൽ എങ്ങനെ വരും? നമുക്ക് i ഈക്വൽ ടു ഇന്റഗ്രൽ 5x മൈനസ് 5 ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്ററിനെ എങ്ങനെ കൊടുക്കാം? x-3 ഇൻറ്റു x-2. ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ നമുക്കറിയാം. എന്ത് കൊടുത്താൽ മതി? 5x മൈനസ് 5 ബൈ x-3 ഇൻറ്റു x-2 ഈക്വൽ ടു a/x-3 പ്ലസ് b/x-2. കാരണം ഡിനോമിനേറ്റർ റിപ്പീറ്റ് ചെയ്യാത്ത ലീനിയർ ഫാക്ടർ ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൂൾ അനുസരിച്ച് പോവാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എന്താ ചെയ്യാൻ? നമ്മള് ഈ ഡിനോമിനേറ്റർ നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്രയാണ് ആൻസർ വരിക? 5x മൈനസ് 5 ഈക്വൽ ടു a ഇൻറ്റു x-2 പ്ലസ് b ഇൻറ്റു x-3 എന്ന് കൊടുക്കാം. ഈ ഡിനോമിനേറ്റർ x-3 ഇൻറ്റു x-2 നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇങ്ങനെ ആൻസർ വരും. ഇനി ഇവിടെ എക്സിന്റെ വാല്യൂ കൊടുക്കാം. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ x-2 ആണ് ഒരു ഫാക്ടർ. അപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കാം?
2 കൊടുക്കാം. എക്സ് -3 ഒരു ഫാക്ടർ ആണ്. അപ്പൊ എക്സിന് ഏത് വാല്യൂ കൊടുക്കാം? നമുക്ക് 3 കൊടുക്കാം. അതനുസരിച്ച് എയും ബിയും കണ്ടുപിടിച്ചു. അപ്പൊ എക്സിന് നമ്മൾ ആദ്യം 2 കൊടുത്തു. അപ്പൊ കൊടുക്കുമ്പോ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊടുത്തു തുടങ്ങണം. തൊട്ട് മുമ്പേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അതിന്റെ ലെഫ്റ്റ് സൈഡ് 1 ആയിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ടി വന്നില്ല, അവിടെ വാല്യൂ കൊടുക്കേണ്ടി വന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡ് 5x - 5, അവിടെ എക്സിന് 2 കൊടുത്തു. അപ്പൊ എത്ര വന്നു? 5 × 2 10 - 5, that is 5 = ഇവിടെ 2 - 2 ഇത് 0 ആയി. ഇവിടെ എത്ര വന്നു? 2 - 3, that is -1, so it is -b or b = -5 എന്ന് കൊടുക്കാം. അപ്പോൾ ഒരു വാല്യൂ കിട്ടി. ഏതാ? എക്സിന് നമ്മൾ 2 കൊടുത്തു. ഇനി ഏതാ അടുത്ത വാല്യൂ എക്സിന് കൊടുക്കുക? എക്സിന് നമ്മൾ 3 കൊടുക്കാം. 3 കൊടുക്കുമ്പോൾ എത്ര വരും എന്ന് പറഞ്ഞാൽ ഇവിടെ 5 × 3 15 - 5, that is 10 is equal to, ഇവിടെ 3 - 3 b ക്യാൻസൽ ആയി. ഈ 3 - 2 1, so a is equal to എത്രയാണ്? 10 കിട്ടി. ഈ കിട്ടിയ എയുടെയും ബിയുടെയും വാല്യൂ ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. എ എത്ര വന്നു? ഇത് 10/x - 3, ബി എത്രയാണ്? -5/x - 2. അപ്പോഴും 1/x ന്റെ ഫോമിലല്ലേ വന്നത്? 1/x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാ? log x. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരും? 10 log മോഡുലസ് x - 3 -5 log മോഡുലസ് x - 2 എന്ന് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, നോക്കൂ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ ഏത് ക്വസ്റ്റ്യൻ കാണുമ്പോഴും ആദ്യം നോക്കണേ ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ. ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ ആവും, കാരണം ന്യൂമറേറ്ററിന്റെ ഡിഗ്രി 1 ആണ്, ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി എത്രയാണ്? 3 ആണ്. അപ്പൊ ഇത് ഓൾറെഡി എന്തായിട്ട് വരുന്നുണ്ട്? അതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡോട്ട് പോകും. ഇനി ഏത് മെത്തേഡ് ഇവിടെ ആപ്ലിക്കബിൾ ആകുക? നമുക്ക് ഡിനോമിനേറ്ററിന് ഫാക്ടർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന റൂൾ അനുസരിച്ച് എങ്ങനെ കൊടുക്കാം പാർഷ്യൽ ഫ്രാക്ഷൻ? 3x - 2 divided by x + 1 the whole square into x + 3 equal to a/x + 1 plus b/x + 1 square plus c/x + 3. ഇങ്ങനെ വേണം കൊടുക്കാൻ. റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എങ്ങനെ വന്നു? a/x + 1 plus b/x + 1 square plus c/x + 3. പാർഷ്യൽ ഫ്രാക്ഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അത് ചെയ്തു പഠിക്കണം. ഇനി ഈ ഡിനോമിനേറ്റർ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ we get 3x - 2 equal to എയുടെ ഇവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു x + 1 കട്ടായിട്ട് a × x + 1 × x + 3 പ്ലസ് ബി ഇൻറ്റു ഈ ടൈം ഇവിടെ വരുമ്പോൾ എത്ര കിട്ടും നമുക്ക്? x + 3 പ്ലസ് സി ഇൻറ്റു x + 1 the whole square. മനസ്സിലായല്ലോ? നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡൗട്ട് ഉള്ളവർ എഴുതി നോക്കിക്കോളൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ പറയുന്ന പ്രോഡക്റ്റ് ഇവിടെ വരുമ്പോൾ ഒരു x + 1 കട്ടാവും. ഇതേ പ്രോഡക്റ്റ് ബിയുടെ കൂടെ വരുമ്പോൾ ഏത് ടൈം വരും നമുക്ക്? ഈ x + 1 ഹോൾ സ്ക്വയർ കട്ടായിട്ട് x + 3 വരും. ഇതേ ടൈം സിയുടെ കൂടെ വരുമ്പോൾ x + 3 കട്ടായിട്ട് x + 1 the whole square വരും. അപ്പൊ അവിടെ രണ്ട് ലീനിയർ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാ? x + 1 ഉണ്ട്, x + 3 ഉണ്ട്. അപ്പൊ നമുക്ക് എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കാം? നേരത്തെ പറഞ്ഞ റൂൾ അനുസരിച്ച് എക്സിന് -1 കൊടുക്കാം, എക്സിന് -3 കൊടുക്കാം. അപ്പൊ അത് ലെഫ്റ്റ് സൈഡ് ഈ ഇവിടുന്ന് നമുക്ക് ചെയ്തു പോകാം. x is equal to -1, so it is -3 - 2 -5 is equal to, ഇവിടെ എക്സിന് -1 കൊടുക്കുമ്പോൾ ഇത് 0 ആകും, എക്സിന് -1 കൊടുക്കുമ്പോൾ ഈ ടേമും 0 ആകും. ഏത് ടേം മാത്രം വരും? ഇവിടെ ബി ടേം മാത്രം വരും. -1 + 3 അതായത് 2b എന്ന് വരും. So we get b is equal to -5/2. Then again put x is equal to -3. 3 into -3 -9 - 2, that is -11 is equal to, ഇവിടെയും ഈ 3 x + 3 ഉള്ളതുകൊണ്ട് അത് കട്ടായി, ഇവിടെയും x + 3 ഉള്ളതുകൊണ്ട് അതും കട്ടായി. ഇവിടെ വരുമ്പോൾ എത്ര വരും? -3 + 1, that is -2, സ്ക്വയർ എടുക്കുമ്പോൾ 4, that is 4c എന്ന് വരും. That implies c is equal to -11/4. ഇതിനു മുമ്പേ നമ്മൾ ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻ അനുസരിച്ചും അതിന്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആ ഫാക്ടറിനനുസരിച്ച് നമ്മൾ എക്സിന് വാല്യൂ കൊടുത്തു. 1, 2, 3 ഒക്കെ കൊടുത്തു. ഇവിടെ നമുക്ക് രണ്ട് ലീനിയർ ഫാക്ടേഴ്സ് ഉള്ളത്. ഏതൊക്കെയാ? x + 1 ഉം x + 3. അതനുസരിച്ച് എക്സിന് -1 കൊടുത്തു, എക്സിന് നമ്മൾ -3 കൊടുത്തു. അത് കൊടുത്തപ്പോൾ നമുക്ക് രണ്ട് വാല്യൂ കിട്ടി, ബിയും സിയും. പക്ഷെ ഇവിടെ പ്രശ്നം വരുന്നത് ഈ -1 ഉം -3 കൊടുക്കുമ്പോഴും a ക്യാൻസൽ ആയി പോകും.
കാരണം ഈ എയുടെ കൂടി ഈ രണ്ട് ടൈം വന്നിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ലീനിയർ ഫാക്ടർ അനുസരിച്ചുള്ള വാല്യൂ കൊടുത്താൽ അവിടെ നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ മറ്റേതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതിന് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഉള്ളതിൽ ഏറ്റവും ഹയർ ഓർഡർ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ ഏറ്റവും ഹയർ ഓർഡർ കോഎഫിഷ്യന്റ് ആര് വരും? എക്സ് സ്ക്വയർ വരും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? അടുത്ത സ്റ്റെപ്പായിട്ട് ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഈ ലെഫ്റ്റ് സൈഡിൽ എക്സ് സ്ക്വയർ ഇല്ല, സോ 0 ഈക്വൽ ടു ഇവിടെ എക്സ് ഇൻറ്റു എക്സ് ഒരു എക്സ് സ്ക്വയർ വരില്ലേ? അപ്പൊ അവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എ ആകും. ഇവിടെ എക്സ് സ്ക്വയർ ഇല്ല, ഇവിടെ ഒരു എക്സ് സ്ക്വയർ വരും, അപ്പൊ അതിന്റെ കോഎഫിഷ്യന്റ് സി ആകും. എ പ്ലസ് സി ഇസ് ഈക്വൽ ടു എത്രയാണ്? 0 എന്ന് വരും. അപ്പൊ നമുക്ക് പറയാം എ ഇസ് ഈക്വൽ ടു മൈനസ് സി അല്ലെങ്കിൽ 11/4. സി എന്ന് പറയുന്നത് മൈനസ് 11/4 ആയിരുന്നു. അപ്പൊ എ ബി സിയുടെ എല്ലാ വാല്യൂവും കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാ? നമ്മള് ഈ എഴുതിയിരിക്കുന്ന പാർഷ്യൽ ഫ്രാക്ഷന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പില് എ ബി സിക്ക് പകരം നമ്മൾ വാല്യൂ എടുത്തു കൊടുക്കാം അല്ലെ? അപ്പൊ നമുക്ക് പറയാം ഇന്റഗ്രൽ 3x minus 2 divided by x plus 1 the whole square into x plus 3 dx is equal to a എത്രയായിരുന്നു കിട്ടിയിരിക്കുന്നത്? 11/4. Take it outside. Integral 1 by x plus 1 dx. അടുത്ത ബി എത്രയായിരുന്നു വന്നിരിക്കുന്നത്? -5/2 ഇന്റഗ്രൽ 1 by x plus 1 the whole square dx. Then finally c എത്രയാ വന്നിരിക്കുന്നത്? -11/4 ഇന്റഗ്രൽ 1 by x plus 3 dx. ഇവരെ മൂന്ന് പേരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അതില് ഈ ആദ്യത്തേതും അവസാനത്തേതും എളുപ്പമാണ്. 1/x ഫോം ആണ്. 1/xന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്ന ആരാ? log x ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? 11/4 log മോഡുലസ് x plus 1. ഇതിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? -11/4 log മോഡുലസ് x plus 3. ഇങ്ങനെ കൊടുക്കാം. ഈ നടുക്ക് വന്നിരിക്കുന്ന ടേമിനെ മാത്രം ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 1/xന്റെ ഫോം അല്ലത്, 1/x² ഫോം ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇന്റഗ്രേഷൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ് 1/xന്റെ ഡെറിവേറ്റീവ് ആണ് -1/x². അപ്പൊ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം -1/x² ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? 1/x ആണെന്ന് പറയാം. അപ്പോ ഇതിന് വേണമെങ്കിൽ എങ്ങനെ കൊടുത്താൽ മതി? 1/x plus 1 ഇങ്ങനെ കൊടുത്താൽ മതി. ഇനി അതല്ല, പെട്ടെന്ന് നിങ്ങൾക്ക് ആ റൂള് മൈൻഡിൽ വന്നില്ലെങ്കിൽ ഈ 1/x plus 1 the whole square നെ അങ്ങ് ന്യൂമറേറ്ററിലോട്ട് ഇടുക. അപ്പൊ എങ്ങനെ വരും എന്ന് പറഞ്ഞത്? x plus 1 the whole raised to -2 എന്നാവില്ലേ? അപ്പൊ അതിന്റെ ഇന്റഗ്രൽ എങ്ങനെ കൊടുക്കാം? എത്ര വരും? x plus 1 the whole raised to -2 plus 1 -1/-1. ആ ഇക്വേഷൻ വെച്ച് ചെയ്താലും ആൻസർ കിട്ടും. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? ഡയറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക 1/xന്റെ, അപ്പൊ ഇവിടെ ഒരു മൈനസ് കൂടെ വരും. കാരണം എന്തുകൊണ്ടാണ്? 1/xന്റെ ഡെറിവേറ്റീവ് -1/x² വരിക. അപ്പൊ -1/x² ഇന്റഗ്രൽ ആണ് 1/x വരുന്നത്. അപ്പൊ ഇവിടെ ഒരു മൈനസ് കൂടെ വരും. അത് തന്നെയല്ലേ നോക്കി ഇങ്ങനെ ചെയ്താലും കിട്ടുന്നത്. അപ്പൊ 1/x ഇന്റഗ്രൽ ഡയറക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ 1/x² നമ്മൾ എങ്ങനെയാക്കുക? x raised to -2 ആക്കിയിട്ട് ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷൻ രണ്ട് മെത്തേഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഡിനോമിനേറ്ററിനകത്ത് റിപ്പീറ്റ് ചെയ്യാത്ത ലീനിയർ ഫാക്ടേഴ്സ് വന്നാൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഡിനോമിനേറ്ററിനകത്ത് ലീനിയർ ഫാക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്താൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി അതുകൂടാതെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കയറി വരുന്നുണ്ട്. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിനകത്ത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം x² ആണ്. എക്സിന് പകരം എല്ലായിടത്തും കിടക്കുന്ന ആരാ? x² ആണ്. ഇവിടെ ഈ x² നമ്മൾ ഒരു t എന്ന് കൊടുത്താൽ ഈ ഇന്റഗ്രൽ എങ്ങനെയായിട്ട് മാറും? ഇത് t/t+1 × t+4 ആവും. പക്ഷെ അവിടെ കുഴപ്പം വരുന്നത് എന്താ വെച്ചാല്, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഇന്റഗ്രേഷന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. ഇന്റഗ്രേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെങ്കിൽ ആർക്കാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടെങ്കിലല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ x² നമ്മൾ t എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ വാട്ട്സ് ദി ഡെറിവേറ്റീവ് ഓഫ് x²? 2x ആണ്. ആ 2x dx അവിടെ ഉണ്ടോ? dx ഉണ്ട്, പക്ഷെ 2x ഇല്ല. അപ്പൊ ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക്? ഈ ഇന്റഗ്രേഷൻ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പോസിബിൾ അല്ല.
പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്തിനു വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നു? ഇന്റഗ്രേഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നില്ല, ഓൺലി ഫോർ പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പൊ എക്സ് സ്ക്വയറിന് നമ്മൾ ടി കൊടുത്ത് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുന്നു. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തതിന് ശേഷം ആ ഇന്റഗ്രലിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അല്ലാതെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആക്ച്വലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് വേണമായിരുന്നു. അപ്പൊ ഇന്റഗ്രേഷൻ അവിടെ നിൽക്കട്ടെ, ബാക്കി ഇത് മാത്രം ഇങ്ങ് എടുക്കുക. ആരെയാണ്? ഈ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 മാത്രം എടുത്തിട്ട് അവിടെ എക്സ് സ്ക്വയർ ടി കൊടുക്കുക. നോട്ട് ഇൻ ഇന്റഗ്രേഷൻ, ഓൺലി ഫോർ പാർഷ്യൽ ഫ്രാക്ഷൻ. ഓക്കെ, സോ ദിസ് ബിക്കംസ് ടി ബൈ ടി പ്ലസ് 1 ഇൻറ്റു ടി പ്ലസ് 4 എന്ന് കൊടുത്തു. ഇനി നമുക്ക് അവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പറ്റും. കാരണം അപ്പൊ എക്സ് സ്ക്വയറിന് നമ്മള് ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? എ ബൈ ടി പ്ലസ് 1 പ്ലസ് ബി ബൈ ടി പ്ലസ് 4. ഇനി നമ്മുടെ സാധാരണ പാർഷ്യൽ ഫ്രാക്ഷൻ ഇനി ഇങ്ങോട്ടുള്ളത് മാത്രം നോക്കിയാൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി പ്ലസ് 4 പ്ലസ് ബി ഇൻറ്റു ടി പ്ലസ് 1. അപ്പോൾ ഇവിടെ ഏതൊക്കെയായിരിക്കും ടിക്ക് വാല്യൂ അസ്യൂം ചെയ്യാൻ പറ്റുക? t is equal to -1 കൊടുക്കാം, because t plus 1 is a factor. Then put t is equal to -4 കൊടുക്കാം, because t plus 4 is a factor. So first of all put t is equal to -1. t ക്ക് -1 കൊടുത്താൽ ഇവിടെ എങ്ങനെ വരും? -1 is equal to -1 plus 4, that is 3a. ഇവിടെ എത്ര വന്നു? നമുക്ക് t ക്ക് -1 കൊടുക്കുമ്പോൾ ഈ ടൈം എന്തായി? 0. അപ്പോൾ നമുക്ക് പറയാം a is equal to -1/3. Then again put t is equal to -4 കൊടുക്കാം. -4 കൊടുത്താൽ എങ്ങനെ വന്നു ആൻസർ? -4 is equal to കൊടുക്കുമ്പോൾ ഇവിടെ നിന്നേ കൊടുത്തു പോണേ. -4 is equal to ഇത് t plus 4 ക്യാൻസൽ ആയി, -4 plus 1, that is -3. So it is -3b or b equal to 4/3 എന്ന് കിട്ടി. ഈ രണ്ട് വാല്യൂ നമ്മൾ ആ എടുത്തിരിക്കുന്നത് നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷനോട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാ വന്നിരിക്കുന്നത് പറഞ്ഞ അവിടെ? a ബൈ എത്രയാ? -1/3 ബൈ ടി പ്ലസ് 1. b എത്രയാണ്? 4/3 ഡിവൈഡഡ് ബൈ ടി പ്ലസ് 4 എന്ന് കിട്ടി. സാധാരണ ഇവിടം വരെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് നമ്മൾ നേരെ ഇന്റഗ്രേഷനിലോട്ട് പോവുക പതിവ്. അപ്പൊ 1/t+1 ഇന്റഗ്രൽ എങ്ങനെ കൊടുക്കാമായിരുന്നു? നമുക്ക് log t+1 എന്ന് പറഞ്ഞ് കൊടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യരുത്, തെറ്റും. കാരണം നമ്മൾ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഇന്റഗ്രേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. കാരണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന വേരിയബിളിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് മാത്രം കൊടുത്തിരിക്കുന്നത്? ഓൺലി ഫോർ പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പൊ അത് കഴിഞ്ഞ് ഇന്റഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ മാറ്റി കൊടുത്തിട്ടേ ഇന്റഗ്രേഷൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനെ എങ്ങനെയാക്കി കൊടുക്കണം? നമ്മള് -1/3 ഇന്റഗ്രൽ 1/x² + 1 dx പ്ലസ് 4/3 ഇന്റഗ്രൽ 1/x² + 4 dx. ആ ടി മാറ്റി എന്താക്കുക? x² ആക്കിയതിന് ശേഷം മാത്രമേ ഇന്റഗ്രേഷൻ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ ഇത് സ്റ്റാൻഡേർഡ് ഫോം ആയി. എന്തായിരിക്കും അതിന്റെ ആൻസർ വരുന്നത് പറഞ്ഞ്? -1/3 വാസ് ഇന്റഗ്രൽ ഓഫ് 1/1 + x². tan ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് അല്ലേ 1/1 + x². അപ്പൊ 1/1 + x² ന്റെ ഇന്റഗ്രൽ നമുക്ക് പറയാം tan ഇൻവേഴ്സ് x പ്ലസ് 4/3. ഇവിടെ ഈ 4നെ നമ്മളൊരു 2² എന്ന് വായിച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ ഇന്റഗ്രൽ ആണ്. ഏതാ? ഇന്റഗ്രൽ 1/x² + a². വാസ് ഇക്വേഷൻ 1/a tan ഇൻവേഴ്സ് x/a. ഓക്കെ, അപ്പൊ 1/a tan ഇൻവേഴ്സ് x/a. ഇങ്ങനെ നമുക്ക് അതിന്റെ ആൻസർ കൊടുക്കാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷന്റെ മെത്തേഡുകൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പാർഷ്യൽ ഫ്രാക്ഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഇന്റഗ്രേഷനിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആകണമെങ്കിൽ ആർക്കാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ x² ഡെറിവേറ്റീവ് ഇല്ലായിരുന്നത് കൊണ്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുത്തു. ഇന്റഗ്രേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ടിട്ടില്ല.
മനസ്സിലായോ? അപ്പൊ ആ ഡെറിവേറ്റീവും കൂടെ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇന്റഗ്രേഷനിൽ ഫുള്ള് പോകാമായിരുന്നു. അപ്പൊ ഇവിടെ കൊണ്ട് തിരുത്തണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? കംപ്ലീറ്റ് ഇന്റഗ്രേഷൻ ചെയ്തിട്ട് ഏറ്റവും അവസാനം മാത്രം ആ വേരിയബിൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോണത്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. 3 sin 5 minus 2 cos 5 by 5 minus cos square 5 minus 4 sin 5 d5 or d theta എങ്ങനെ വേണമെങ്കിലും വായിക്കാം. ഇവിടെ നമ്മൾ സൈൻ തീറ്റയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, സൈൻ തീറ്റ ഓർ സൈൻ 5, അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവായ കോസ് തീറ്റ അവിടെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? ഇവിടെ സൈൻ തീറ്റയ്ക്ക്, സൈൻ തീറ്റ സൈൻ 5ക്ക് നമ്മൾ ഒരു എക്സ് എന്ന് വായിച്ചാൽ അതിന്റെ ഡെറിവേറ്റീവ് കോസ് 5 d5 ദാറ്റ്സ് ഈക്വൽ ടു എത്രയായിട്ട് കൊടുക്കാം? dx. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇന്റഗ്രേഷനിൽ പോസിബിൾ ആണ്. കാരണം എന്തുകൊണ്ടാ? ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തോ അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 3x minus 2 dx ഡിവൈഡഡ് ബൈ 5 മൈനസ് കോസ് സ്ക്വയർ 5 നമ്മൾ ആരുടെ ടേമിലേക്ക് എഴുതുക? സൈൻ സ്ക്വയറിന്റെ ടേമിൽ. അപ്പൊ 1 മൈനസ് സൈൻ സ്ക്വയർ മൈനസ് 4x. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ ഇതെങ്ങനെ കൊടുക്കാം? 3x minus 2 dx ഡിവൈഡഡ് ബൈ 5 മൈനസ് 1 plus x square minus 4x. So this becomes integral 3x minus 2 dx divided by x square minus 4x plus 4 എന്ന് കൊടുക്കാം. So this one is equal to integral 3x minus 2 by x minus 2 the whole square dx. ഇതിപ്പോ നമ്മൾ സാധാരണ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിലോട്ട് മാറിയില്ലേ? എങ്ങനെ ചെയ്തു കൊടുത്താൽ മതി? നമ്മൾ ഡിനോമിനേറ്ററിൽ ഫാക്ടർ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കുക? a by x minus 2 plus b by x minus 2 the whole square. ഇനി എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് വീണ്ടും ചെയ്യണമെന്നില്ല. ആ പ്രോസസ്സ് നിങ്ങൾ തന്നെ ചെയ്തു നോക്കാം. ആ വാല്യൂ കിട്ടുന്നു, നമ്മൾ അതിന് ഇന്റഗ്രേഷൻ ചെയ്തു. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സൈൻ 5ക്ക് എക്സ് എന്ന് പറഞ്ഞൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നതാണ്. അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, ഇന്റഗ്രേഷന് മുമ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റണ്ട. ഇപ്പൊ ഇവിടെ എയുടെയും ബിയുടെയും കോൺസ്റ്റന്റ് നിങ്ങൾക്ക് കിട്ടുന്നു. ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ 1 by x minus 2 എയുടെ വാല്യൂ എന്താണോ അത് അവിടെ എഴുതുന്നു. 1 by x minus 2 ഇന്റഗ്രൽ ആരാ? ലോഗ് മോഡുലസ് x minus 2. എയുടെ ബിയുടെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുന്നു. ആൻസർ എങ്ങനെ വരും? a ഇൻറ്റു ലോഗ് മോഡുലസ് x minus 2 പ്ലസ് ബി ഇൻറ്റു ഇത് 1 by x ന്റെ ഫോം ആണല്ലോ, 1 by x സ്ക്വയറിന്റെ. അപ്പൊ മൈനസ് 1 by x ഇങ്ങനെ എഴുതി ആൻസർ ചെയ്തിട്ട് അതിനുശേഷം മാത്രം ഏത് കൊടുത്താൽ മതി? ആ എക്സിന് പകരം സൈൻ 5 മാറ്റി കൊടുത്താൽ മതി. ഓൺലി ഇൻ ഫൈനൽ ആൻസർ b ഡിവൈഡഡ് ബൈ സൈൻ 5 മൈനസ് 2 എന്ന് കൊടുക്കുക. എയുടെ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ ചെയ്ത ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ 2 ക്വസ്റ്റ്യൻ ചെയ്തു. ആ 2 ക്വസ്റ്റ്യൻ നമ്മൾ വ്യത്യാസം മനസ്സിലായി കാണുമായിരിക്കും. ആദ്യം തൊട്ട് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യനകത്ത് എവിടെ കൊണ്ടൊന്ന് മാറ്റി? നമ്മൾ ഈ ഇന്റഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പേ സബ്സ്റ്റിറ്റ്യൂഷൻ റീപ്ലേസ് ചെയ്തു. കാരണം അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇന്റഗ്രേഷൻ ഉണ്ടായിരുന്നില്ല, ഓൺലി ഫോർ പാർഷ്യൽ ഫ്രാക്ഷൻ. പക്ഷെ ഇവിടെ ആർക്കാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉള്ളത് കൊണ്ട് ഇന്റഗ്രേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ആ സബ്സ്റ്റിറ്റ്യൂഷനെ നമ്മൾ റീപ്ലേസ് ചെയ്താൽ മതി. രണ്ടും നമ്മുടെ വ്യത്യാസം നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 3x minus 1 by x minus 1 x minus 2 x minus 3 എങ്ങനെ കൊടുത്താൽ മതി? അവിടെ a by x minus 1 plus b by x minus 2 plus c by x minus 3 ആ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്തു പോയാൽ മതി. ആ ക്വസ്റ്റ്യൻ നമുക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം കേട്ടോ. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാൻ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷനകത്ത്. ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു ക്വാഡ്രാറ്റിക് ടേം കിടപ്പുണ്ട്. ഏതാ? x സ്ക്വയർ പ്ലസ് 1. അത് നോൺ റിസോൾവബിൾ ആണ്. അത് x സ്ക്വയർ മൈനസ് 1 ആയിരുന്നു എങ്കിൽ അതിനെ നമുക്ക് x പ്ലസ് 1 ഇൻറ്റു x മൈനസ് 1 എന്ന് കൊടുക്കാമായിരുന്നു. പക്ഷെ ഇത് നോൺ റിസോൾവബിൾ ആണ്. അതുകൊണ്ട് ഇതിന് എങ്ങനെയായിരിക്കും നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കുക? x സ്ക്വയർ പ്ലസ് x പ്ലസ് 1 ബൈ x plus 2 into x square plus 1 equal to a by x plus 2 plus b bx plus c divided by x square plus 1 ഇങ്ങനെ കൊടുത്തു. ഇനി ടൈം നമ്മൾ അതുപോലെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ x square plus x plus 1 is equal to എത്രയാണ്? a into x square plus 1 plus bx plus c into x plus 2.
ഇവിടുത്തെ ലീനിയർ ഫാക്ടർ ഒരു x+2 മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സിന് ഏത് വാല്യൂ കൊടുക്കാം? നമുക്ക് -2 കൊടുക്കാം. എക്സിന് -2 കൊടുത്താൽ -2 സ്ക്വയർ. അപ്പോ ഇത് എത്രയായി? 4 - 2 + 1 എന്ന് വരും അല്ലെ. 4 - 2 2 + 1 അതായത് 3 = എക്സിന് -2 കൊടുക്കുമ്പോൾ -2 സ്ക്വയർ 4 + 1 5a. ഇവിടെ -2 കൊടുത്ത് ആ ടേം അങ്ങ് കട്ടായി പോകുന്നുണ്ടല്ലോ. അപ്പോൾ a = എത്രയാണ്? 3/5. ഇനി നമുക്ക് പ്രത്യേകിച്ച് അവിടെ വേറെ ഫാക്ടർ ഒന്നും കൊടുക്കാനില്ല, ലീനിയർ ഫാക്ടർ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ കോഎഫിഷ്യന്റുകൾ ഇക്വേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ ആദ്യം x² കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്താൽ ഇവിടെ x² കോഎഫിഷ്യന്റ് 1, ഇവിടെ x² കോഎഫിഷ്യന്റ് ഒരു a, ഇവിടെ x² കോഎഫിഷ്യന്റ് എത്ര വരും? നമുക്ക് ഇവിടെ bx × ഒരു x വരുന്നില്ലേ? അപ്പോൾ bx² വരും. ഇങ്ങനെ ഒരു ടേം വരും. ശരിയല്ലേ? അപ്പോൾ a + b = 1 ആയി. ഇനി നമ്മുടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാലോ. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ നമ്മള് ഇവിടെ ആകപ്പാടെ ഒരൊറ്റ ലീനിയർ ടേം മാത്രമേ വരുന്നുള്ളൂ. ഏത് മാത്രം? x+2 മാത്രം. അപ്പൊ നമ്മൾ എന്താ ചെയ്ത? അവിടെ എക്സിന് -2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പൊ നമുക്ക് ഏതാണ് ഈ പറയുന്ന ഈ ഒരു വാല്യൂ കിട്ടി. ഈ ഒരു ഫുൾ ടേം അവിടെ ക്യാൻസൽ ആയി, എയുടെ മാത്രം വാല്യൂ കിട്ടി. ഇനി കോഎഫിഷ്യന്റ് ഓഫ് x² കോഎഫിഷ്യന്റ് ഓഫ് എക്സും ഇതൊക്കെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് വാല്യൂ കണ്ടുപിടിക്കുക? ബിയുടെ സിയുടെ വാല്യൂ കണ്ടുപിടിച്ച് ഇതിനകത്തേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ ലീനിയർ ടേം ആവുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു സാധനം ഇവിടെ വരില്ല. അത് കൊടുക്കണമെങ്കിൽ ഏത് ടേമിന് മാത്രമേ പറ്റത്തുള്ളൂ? ക്വാഡ്രാറ്റിക് ആണ് ഡിനോമിനേറ്റർ വരുന്നതെങ്കിൽ അതിന്റെ ന്യൂമറേറ്റർ ആയിട്ട് മാത്രമാണ് നമ്മൾ ആ ടേം അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്ത് ബിയും സിയും ഒക്കെ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം? ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ b = ഒരു 2/3 c ഒരു 1/3 കിട്ടിയെന്ന് വിചാരിക്കുക. ഇതിനെ ലോഗ് ഇട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ. 1/x+2 ഫോം ആണ്. ഇനി ഇവിടെ ചെയ്യുവാണെങ്കിൽ അപ്പൊ എങ്ങനെ വരും എന്ന് പറഞ്ഞു? 2/3x + 1/3/x² + 1. ഇതിലൊരു 1/3 നമുക്ക് ഔട്ട്സൈഡിലോട്ട് എടുത്താൽ, ഞാനൊരു ഇത് വെറുതെ ഒരു റഫ് വാല്യൂ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്തതാണ്. 1/3 അല്ല വരുന്നത്, 1/5ന്റെ വാല്യൂലേ വരുള്ളൂ. ഞാനൊരു റഫ് ആയിട്ട് വാല്യൂ ഇട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് ന്യൂമറേറ്റർ എത്ര വന്നു? നമുക്ക് 2x + 1 / x² + 1 എന്ന് വരും. ഇനി ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യുന്നത്? 2x/x² + 1 വരും, 1/x² + 1 വരും. ഇത് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് അല്ലേ ന്യൂമറേറ്റർ? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ വന്നാൽ എങ്ങനെ ചെയ്യാമെന്നാ പഠിച്ചിരിക്കുന്നത്? ലോഗ് മോഡുലസ് x² + 1. ഇതാവുമ്പോഴോ tan ഇൻവേഴ്സ് x ന്റെ ഇക്വേഷൻ വരും. അപ്പൊ ഇത്രയും മെത്തേഡ്സുകളാണ് നമുക്ക് എന്ത് ചെയ്തത്? പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിലുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്ത് കിടക്കുന്ന നമ്മുടെ എക്സസൈസിൽ കുറെ ക്വസ്റ്റ്യൻസുകളുണ്ട്. ആ ക്വസ്റ്റ്യൻസുകളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്നുകൂടെ വർക്ക്ഔട്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോഴത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.